ശ്രീഗണേശായ നമഃ. ശ്രീഗുരുഭ്യോ നമഃ. ശ്രീ സരസ്വതീ നമഃ. അനുഗ്രഹായ ലോകാനാം അവതീർണായ വിഷ്ണവേ ക്ലേശാപഹായ കൃഷ്ണായ പാർത്ഥസാരഥയേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഗുരുതുല്യനായ സത്ര സംയോജകൻ ശ്രീ എസ് നാരായണസ്വാമി അവർകൾ 600 സപ്താഹങ്ങൾ നടത്തി സപ്താഹാചാര്യൻ, കേരളത്തിൽ പരക്കെ അറിയപ്പെടുന്ന ശ്രീ പള്ളിക്കൽ സുനിൽ അവർകൾ, ബഹുമാന്യരായ സജ്ജനങ്ങളെ, സാറ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അഖില ഭാരത ഭാഗവത സത്രത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. കൊട്ടാരക്കരയിൽ എൻ്റെ ഗുരുനാഥൻ വേദശ്രീ പറക്കോട് NB നമ്പ്യാതിരി അവർകൾ സപ്താഹ യജ്ഞങ്ങൾ ധാരാളം നടത്തിയിട്ടുണ്ട്. സത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ആചാര്യ സ്ഥാനത്ത് നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ 1-2 സന്ദർഭങ്ങളിൽ പ്രഭാഷണം നടത്താനുള്ള അവസരം ഗുരുനാഥൻ തന്നെ നൽകി എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരീക്ഷത്തിൻ്റെ പ്രായോപവേശവും ശുകാഗമനവുമാണ് തന്നിരിക്കുന്ന വിഷയം. ഭാഗവതം മഹാമൃത്യുഞ്ജയ മന്ത്രമാണ്. സകല വേദാന്ത സാര സംഗ്രഹമാണ്. 84 ലക്ഷം ജീവജാലങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ ജന്തൂനാം നരജന്മദുർലഭം അത പുംസ്ത്വം തതോ വിപ്രതാം. വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യസ്വാമി 2ാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്ന ഒന്നാണ്. 84 ലക്ഷം ജീവജാലങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ മനുഷ്യനാണ്. ആ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് മരണത്തെയാണ്. ഭഗവത്ഗീത പറയുന്നു, ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാത് അപരിഹാര്യർത്ഥേ നത്വം ശോചിതും അർഹസി. അർജുനോട് ഭഗവാൻ പറയുന്നു, എപ്പോഴാണ് മരണം സംഭവിക്കുക? ഒരു മനുഷ്യൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് ഫ്രം ബർത്ത് ടു ഡെത്ത്, ജനനം മുതൽ മരണം വരെയുള്ള സമയമാണ്. തിരുവനന്തപുരത്തേക്ക് കൊട്ടാരക്കരയിൽ നിന്ന് യാത്ര തിരിക്കുന്ന ഒരു ബസ്സിൽ പല സ്റ്റോപ്പിൽ നിന്നും ആളുകൾ കയറും. ചിലർ തിരുവനന്തപുരം വരെ പോകാനുണ്ടാകും, ചിലർ കിളിമാനൂർ ഇറങ്ങും, ചിലർ നിലമേൽ ഇറങ്ങുമെന്ന് പറഞ്ഞതുപോലെ എപ്പോഴൊക്കെയാണ് ആരൊക്കെയാണ് ഇവിടം വിടുന്നത് എന്നറിയാൻ പറ്റില്ല. എങ്കിൽ തന്നെയും നമ്മളെല്ലാവരും ഭയക്കുന്നത് മരണത്തെയാണ്. ഇത് തന്നെയാണ് പരീക്ഷിത്ത് മഹാരാജാവും ഭയന്നതും. പക്ഷേ പരീക്ഷിത്ത് മഹാരാജാവിനെ അപേക്ഷിച്ച് ഒരുറപ്പ് കിട്ടി, ഇനി 7 നാൾ ഉണ്ടെന്ന്. പരീക്ഷിത്ത് മഹാരാജാവ് വളരെ കീർത്തിമാനാണ്. അദ്ദേഹത്തെ എത്ര പുകഴ്ത്തിയാലും അധികമാകില്ല. അത്ര കണ്ട് കീർത്തിമാനായ ആ രാജാവ് ആയിരുന്നിട്ട് കൂടി ചില തെറ്റുകളൊക്കെ പറ്റി. ചത്ത പാമ്പിൻ്റെ ഉടലെടുത്ത് ശമീകൻ എന്ന മഹർഷിയുടെ കഴുത്തിലിട്ടു. അപ്പോൾ അദ്ദേഹത്തിനൊരു പശ്ചാത്താപം ഉണ്ടായി. ഞാൻ ചെയ്തത് ഏതായാലും എന്നോട് യാതൊന്നും ചെയ്യാത്ത ഒരു ഋഷിയോടാണ് ചെയ്തത്.
ഇതിനേതായാലും ഫോർ എവറി ആക്ഷൻ ദെയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ചെയ്തതിനേതായാലും ഫലമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ആ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഭാഗവതമെന്ന ഗ്രന്ഥം ആവിർഭവിക്കാൻ ഇടയായ സംഭവം നോക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, എന്നേക്കാൾ പണ്ഡിതവരേണ്യരായ ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു വേദനയിൽ നിന്നാണ് ഉത്കൃഷ്ട സൃഷ്ടി ഉണ്ടാകുന്നത്. 17 പുരാണങ്ങൾ ചമച്ചിട്ടും വ്യാസഭഗവാന്റെ ദുഃഖം, മനോവ്യഥ മാറുന്നില്ല. പ്രഥമസ്കന്ധത്തിൽ ആ ശ്ലോകം ഇങ്ങനെ സൂചിപ്പിക്കുന്നു: ഏവം പ്രവൃത്തസ്യ സദാ ഭൂതാനാം ശ്രേയസി ദ്വിജ സർവാത്മകേനാപി യഥാ ന അതുഷ്യദ്യ ഹൃദയം തഥാ തഥാ. അതുഷ്യത്, ഒരു സന്തോഷവുമില്ല. എന്തിനാണ് മഹർഷിമാർ, ആചാര്യന്മാർ ഗ്രന്ഥങ്ങൾ ചമയ്ക്കുന്നത്? ശങ്കരാചാര്യസ്വാമി സൂചിപ്പിച്ചിട്ടുള്ള ഉദരപൂരണത്തിന് വേണ്ടിയായിരുന്നില്ല അന്ന്, ഇന്നത്തേതുപോലെ. അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രം: ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഞാൻ എന്ത് ചമച്ചാലും ലോകർക്ക് മംഗളമുണ്ടാകണം, അവർ ഈശ്വരനുമായിട്ട് അടുക്കണം, ഈശ്വരനിൽ ചേരണം. 17 പുരാണങ്ങൾ ചമച്ചിട്ടും പുരാണമുനിയായ വ്യാസമഹർഷിക്ക് മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും നമുക്കൊരു സന്തോഷം വരണം. എന്നാലേ ഇപ്പം എൻ്റെ പ്രഭാഷണം കേട്ടിട്ട് ഞാൻ ഈ വേദിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്കൊരു തൃപ്തി ഉണ്ടെങ്കിൽ അതാണ് പ്രധാനം. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്കും തൃപ്തി വന്നു കാണും എന്ന്. അങ്ങനെ വേദനിച്ചിരുന്ന, മനോദുഃഖത്തോടുകൂടിയിരുന്ന വ്യാസമഹർഷിയുടെ അടുക്കലേക്ക് പലരെയും ഉപദേശിച്ച് പരമാത്മ വിഷയമായ ആത്മജ്ഞാനത്തിലേക്ക് നയിച്ച നാരം ദദാതി ഇതി നാരദ മഹർഷി അവിടേക്കും ചെന്നു. ഭഗവത് നിയോഗത്താൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങയുടെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു. തമഭിജ്ഞായ സഹസാ പ്രത്യുത്ഥായ ആഗതം മുനി പൂജയാമാസ വിധിവൻ നാരദം സുരപൂജിതം ഖിലമാത്മാനം മന്യമാനസ്യ. ദുഃഖത്തോടുകൂടിയിരിക്കുന്ന ആ വ്യാസൻ്റെ അടുക്കലേക്ക് നാരദ മഹർഷി ചെന്നു. ആശ്രമത്തിൽ വന്നിരിക്കുന്നത് നാരദമുനിയാണെന്നറിഞ്ഞിട്ട് എഴുന്നേറ്റ് ബഹുമാനിച്ചു. ത്രികാലജ്ഞാനിയാണ് നാരദ മഹർഷി. അങ്ങയുടെ ദുഃഖം എന്താണെന്ന് എനിക്കറിയാം. അത് മാറാൻ ഒരു കാര്യം മാത്രമേ വേണ്ടൂ. 18ാമതൊരു പുരാണം ചമയ്ക്കണം. അത് നടനപരരിപുവായ ഭഗവാൻ ശ്രീകൃഷ്ണനെ കേന്ദ്രബിന്ദുവാക്കിക്കൊണ്ട് ഭക്തി ആകുന്ന മേമ്പൊടി കൂടി ചേർത്ത് ഒരെണ്ണം ചമച്ചാൽ ലോകമുള്ളിടത്തോളം കാലം ആ ഗ്രന്ഥം വാഴ്ത്തപ്പെടും. ഇന്ന് ഈ സത്രത്തിൽ നമ്മൾ ആ ഗ്രന്ഥം വാഴ്ത്തുകയാണ്. അങ്ങനെ നാരദ മഹർഷിയുടെ ഉപദേശത്താൽ വ്യാസമഹർഷിയുടെ ദുഃഖത്തിൽ നിന്ന് ആവിർഭവിച്ച ഒരു സൃഷ്ടിയാണ് 12 സ്കന്ധങ്ങളും 18,000 ശ്ലോകങ്ങളും 335 അധ്യായങ്ങളുമുള്ള ശ്രീമദ് മഹാഭാഗവതം, മഹാമൃത്യുഞ്ജയ മന്ത്രം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, വേദനകളിൽ നിന്നാണ് സൃഷ്ടികൾ ആവിർഭവിക്കുന്നത്. സമാനമായ ഒന്നാണ് ഭഗവത്ഗീതയിലും. അർജുനൻ്റെ വിഷാദത്തിൽ പൊട്ടിമുളച്ചതാണ് 700 ശ്ലോകങ്ങളും 18 അധ്യായങ്ങളുമുള്ള ഭഗവത്ഗീത എന്ന് ആചാര്യന്മാർ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആദ്യത്തെ അധ്യായത്തിൻ്റെ പേര് അർജുന വിഷാദ യോഗ. അപ്പോൾ അർജുനൻ്റെ വിഷാദത്തിൽ നിന്ന് പൊട്ടിമുളച്ചതാണ്. അപ്പോൾ എവിടെ ഒരു വേദന, ഒരു ഉത്കൃഷ്ട സൃഷ്ടിയുടെ പിന്നിൽ മൂലകാരണമായി ഉണ്ട് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി രാമായണത്തിലേക്ക് കടന്നാൽ
ക്രൗഞ്ചപക്ഷികളിൽ ആൺപക്ഷിയെ ഒരു വേടൻ എയ്തു വീഴ്ത്തിയപ്പോൾ അത് പിടഞ്ഞു വീഴുന്നത് കണ്ട് വാൽമീകി മഹർഷിയുടെ ഹൃദയനാഡികൾ വേദമന്ത്രധ്വനിക്ക് ഒപ്പിച്ച് സ്പന്ദിച്ചപ്പോൾ അറിയാതെ 4 വരി ശ്ലോകം ഈ പ്രപഞ്ചത്തിലേക്ക് ഉതിർന്നു വീണു. മാ നിഷാദ പ്രതിഷ്ഠാം ത്വം അഗമ ശാശ്വതീ സമാഹ യത് ക്രൗഞ്ചമിഥുനാദേകമവധി കാമമോഹിതം. അരുത് കാട്ടാള. നമുക്കൂടുള്ള ഒരു മുന്നറിയിപ്പാണ്. കേരളത്തിലെ ഇന്നത്തെ സാഹചര്യങ്ങളും അന്തരീക്ഷവും പരിശോധിച്ചാൽ നിരവധി കാട്ടാളന്മാരുടെ സാന്നിധ്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് മാനുഷാദ എന്നുള്ള ആ ഒരു വാണിംഗ് നമുക്കൂടെ ബാധകമാണ്. അപ്പോൾ അവിടെ ഞാൻ സൂചിപ്പിച്ചത് വാൽമീകി മഹർഷിയുടെ ഹൃദയവേദനയിൽ നിന്നാണ് 24,000 ശ്ലോകമുള്ള രാമായണം ആവിർഭവിച്ചത്. അർജുനൻ്റെ വിഷാദത്തിൽ നിന്നാണ് ഭഗവത്ഗീത ആവിർഭവിച്ചത്. വേദവ്യാസ മഹർഷിയുടെ ദുഃഖത്തിൽ നിന്നാണ് ഭാഗവതവും ഉണ്ടായത്. ഉത്കൃഷ്ട സൃഷ്ടികളുടെ എല്ലാം പിന്നിൽ ഇങ്ങനൊരു വേദനയുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അതുകൂടാതെ ഭഗവത്ഗീതയിലേക്ക് കടക്കുമ്പോൾ ഞാൻ അതിനെ ഒന്ന് ഗീതാ വിചാരം നടത്തിയപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് 18 അധ്യായങ്ങൾ. 18 വളരെ പ്രധാനപ്പെട്ട ഒരു സംഖ്യയാണ് നമ്മുടെ 18 അധ്യായങ്ങൾ ഭഗവത്ഗീതയ്ക്ക്. 18 പടികൾ ശബരിമലയിൽ, 18 അടവുകൾ, 18 അക്ഷൗഹിണിപ്പടകൾ, മഹാഭാരത യുദ്ധം 18 ദിവസം നിന്നു, 18,000 ശ്ലോകങ്ങൾ ഭാഗവതത്തിൽ, പെൺകുട്ടിക്ക് വിവാഹപ്രായം 18, ശബരിമലയിൽ 18 മലകൾ, അങ്ങനെയുള്ള 18ൻ്റെ കൂടെ ഒരു 3 കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് 21 ആചാരവെടി മുഴക്കുന്ന ഒരു സമ്പ്രദായം ഭാരതത്തിൽ ഋഷിപ്രോക്തമായ സംസ്കാരത്തിൻ്റെ ഭാഗമായി ചെയ്യാറുണ്ട്. എപ്പോൾ ഇതര രാഷ്ട്രങ്ങളിൽ നിന്ന് ആ രാഷ്ട്ര നേതാക്കൾ ഭാരതത്തിൽ വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നത് അതിഥി ദേവോ ഭവ എന്ന സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് 21 ആചാരവെടി മുഴക്കിക്കൊണ്ടാണ്. ലോകത്തിൽ 365 ദിവസവും 21 ഓങ്കാരം സർവ്വമതസ്ഥരും കൂടി ഒരുമിച്ച് ചേർന്നിരുന്ന് ജപിക്കുന്ന ഒരിടം കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിൽ പുട്ടപർത്തിയിൽ. ഞാൻ ആ 21ൻ്റെ കണക്ക് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. 21 ഓങ്കാരമാണ് നമ്മൾ ജപിക്കേണ്ടത്. ആ സംഖ്യയ്ക്ക് മറ്റ് നമ്മുടെ ശരീരവുമായി നമ്മുടെ ഇന്ദ്രിയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രാധാന്യം ഉണ്ട്. ഭഗവത്ഗീതയിലേക്ക് കടന്നപ്പോൾ ഗീതാവിചാരത്തിലൂടെ എനിക്ക് ഉള്ളിൽ നിന്ന് കിട്ടിയ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, അർജുനൻ്റെ വിഷാദത്തിൽ പൊട്ടിമുളച്ചതാണ് ഭഗവത്ഗീതയെങ്കിൽ ആദ്യത്തെ അധ്യായത്തിൻ്റെ പേര് അർജുന വിഷാദ യോഗ, 18ാമത്തെ അധ്യായത്തിൻ്റെ പേര് മോക്ഷ സന്യാസ യോഗ. അതും മനുഷ്യൻ്റെ ജനന മരണവുമായിട്ട് ഞാനൊന്ന് ബന്ധപ്പെടുത്തി നോക്കി. ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? കരച്ചിൽ കേട്ടിട്ടാണ്. നോക്കിയേ, ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായം അർജുനൻ്റെ കരച്ചിലാണ്. കരഞ്ഞുകൊണ്ട് പിറക്കുന്ന കുട്ടി ജീവിതാന്ത്യത്തിൽ എവിടെത്തണം? ഭഗവാനിൽ ചേരണം. പരീക്ഷിത്ത് മഹാരാജാവ് തക്ഷകൻ കടിച്ച് അതിനു മുമ്പ് തന്നെ ഭഗവാനിൽ വിലയം കൊണ്ടു. അപ്പോൾ അതുകൊണ്ട് ആ ഭഗവാനിൽ ചേരുന്നതിനെയാണ് മോക്ഷം എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത്. 18ാമത്തെ അധ്യായത്തിൻ്റെ പേരും അത് തന്നെയാണ്, മോക്ഷം. അപ്പോൾ എത്ര സമയദൈർഘ്യം കൂടിയും കുറഞ്ഞു ഇരിക്കും ആളുകൾക്ക് ജീവിതത്തിനെങ്കിലും ലക്ഷ്യം ഇതാണ്, മോക്ഷം. അതുകൊണ്ടല്ലേ 18ാമത്തെ അധ്യായത്തിന് ആ പേരിട്ടിരിക്കുന്നത് ഗീതാചാര്യൻ എന്ന് തോന്നിപ്പോകുന്നു. മറ്റൊന്നുകൂടി പറഞ്ഞാൽ, കരച്ചിൽ യഥാർത്ഥത്തിൽ ഒരു ചോദ്യമാണ്. ഈ പ്രപഞ്ചത്തിൽ 84 ലക്ഷം ജീവജാലങ്ങളിൽ വെച്ച് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് പ്രപഞ്ചത്തിലേക്ക് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂജാതനാകുന്നത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അവ എന്താ ചോദിക്കുന്നത്? ആ കരച്ചിൽ യഥാർത്ഥത്തിൽ സംസ്കൃതത്തിലുള്ള ചോദ്യമാണ്. കുഞ്ഞിന് ഭാഷ ദേവഭാഷയാണ്, ദേവൻ്റെ ഭാഷ സംസ്കൃതമാണ്. അപ്പോൾ കുഞ്ഞ് സംസ്കൃതത്തിൽ ചോദിക്കുന്നു കോഹം കോഹം കോഹം. അതാണ് കരച്ചിൽ. അഹം, ഞാൻ ആര്?
അതിനുത്തരം കണ്ടുപിടിക്കാനുള്ള ഉപാധി മനുഷ്യനല്ലാതെ വേറൊരു ജന്മത്തിനും ഇല്ല ഭഗവാൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഉത്തരം കണ്ടെത്തിയ ഋഷിമാർ ഭാരതത്തിലെ ക്രാന്തദർശികളായ ഈശ്വര തുല്യരായ മന്ത്രദൃഷ്ടാക്കളായ ഋഷിമാർ പറഞ്ഞു, സോഹം സോഹം. അപ്പോൾ കോഹത്തിൽ തുടങ്ങി സോഹത്തിൽ അവസാനിക്കേണ്ടതാണ് മനുഷ്യജന്മം എന്ന് ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ ഉദ്ഘോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു. ഇവിടെ അത് തന്നെ സംഭവിച്ചത്. പരീക്ഷിത്ത് മഹാരാജാവിന് അദ്ദേഹം വളരെ ഭാഗവതത്തിൽ പ്രഥമ സ്കന്ധത്തിലും ദ്വിതീയ സ്കന്ധത്തിലുമായിട്ട് ചേർത്താണ് ഈ പ്രായോപവേശവും ശുക ആഗമനവും പറയുന്നത്. നായാട്ടിനായി പോയി ദാഹിച്ച് ക്ഷീണിച്ച് വനമധ്യത്തിലൊരാശ്രമം കണ്ടപ്പോൾ അവിടെ ചെന്ന് കയറി. ശമീകൻ എന്ന മഹർഷിയുടെ ആശ്രമമായിരുന്നു. എൻ്റെ വിനീതമായ അഭിപ്രായത്തിൽ ഈ ശമീക മഹർഷിയും പരീക്ഷിത്ത് മഹാരാജാവും തമ്മിലുള്ള അവരെ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന ആ ഒരു ഇൻസിഡൻ്റ്, ആ ഒരു സംഭവം മാത്രം മതി ഭാഗവതത്തിൻ്റെ ലക്ഷ്യം എന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ. ശമീക മഹർഷി ഏതവസ്ഥയിലിരിക്കുകയായിരുന്നു? ധ്യാനനിരതനായിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ തൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം തന്നെ ഈശ്വരനിൽ അർപ്പിച്ചിരിക്കുന്ന ഒരാൾക്ക് ദേഹബോധം തീരെ ഉണ്ടാവില്ല. നമ്മളൊക്കെ മന്ത്രജപവും നാമജപവും ഒക്കെ നിത്യമുള്ളവരാണ്. അത്തരം സമയങ്ങളിൽ നമുക്ക് ദേഹബോധം നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ദേഹബോധം ആ അവസരത്തിൽ നഷ്ടപ്പെട്ടാൽ നമ്മുടെ മന്ത്രജപം സാർത്ഥകമാകുന്നു എന്ന് വിശ്വസിക്കാം. സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന മുത്തശ്ശി പേരക്കുട്ടികൾ ചെന്ന് എത്ര മാന്തിയാലും അറിയില്ല, കാരണം ദേഹബോധം നഷ്ടപ്പെട്ടു. പക്ഷെ അത് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ്, ഭഗവത് വിചാരത്തിലിരിക്കുമ്പോഴല്ല. ഇവിടെ ശമീക മഹർഷി അതുപോലെ വളരെയധികം ധ്യാനത്തിലിരിക്കുന്നു, ഭഗവാനെ തന്നെ സമാധി അവസ്ഥയിലിരിക്കുന്നു. ആ ശ്ലോകം ഞാനൊന്ന് സൂചിപ്പിക്കാം. ഏകദാതനുരുദ്ധ്യമ്യ വിചരൻ മൃഗയാം വനേ മൃഗാൻ അനുഗതശ്രാന്തക്ഷുധിതസ്തൃഷ്യതോ ഭൃശം. ഒരു നാൾ ക്ഷീണിച്ചവനും, നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന വികാരങ്ങളാണ് ശ്രാന്ത, ക്ഷീണിച്ചു, മൃഗങ്ങളുടെ പിന്നാലെ ഓടി ക്ഷീണിച്ച് അവശനായി അപ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഒന്ന് ശ്രാന്ത, ക്ഷീണിച്ചവനും, ക്ഷുധിത, വിശന്നവൻ, തൃഷിത, ദാഹിച്ചവനുമായി, വിശപ്പും ദാഹവും.
നമ്മളെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന ദേഹബോധത്തിൽ നിന്നുണ്ടാകുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഏകത ധനുരുദ്യമേ വിചരൻ മൃഗയാം വനേ മൃഗാൻ അനുഗത ശ്രാന്ത ക്ഷുധിത തൃഷിതോ ഭൃശം. അങ്ങനെ ഉള്ളവനായി ഭവിച്ചു രാജാവ് പരീക്ഷിത്ത് മഹാരാജാവ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ജലാശയം അജക്ഷാണ പ്രവിവേശ തമാശ്രമം ദദർശ മുനിമാസീനം ശാന്തം മീലിതലോചനം. എങ്ങനെയിരിക്കുന്നു? പ്രതിരുദ്ധേന്ദ്രിയപ്രാണം മനോബുദ്ധി ഉപാരതം സ്ഥാനത്രയാത് പരം പ്രാപ്തം ബ്രഹ്മഭൂതമവിക്രിയം വിപ്രകീർണാജടാച്ഛന്നം രൗരവേണാജിനേന ച വിശുഷ്യത്താലുരുദകം തഥാഭൂതമയാചത. ജലം കിട്ടാഞ്ഞിട്ട്, ദാഹിച്ച് ജലം കിട്ടാഞ്ഞിട്ട് ഇങ്ങനെ തേടി വന്നപ്പോഴാണ് ഒരു മഹർഷി ധ്യാനനിരതനായിരിക്കുന്നത്. ആ മഹർഷിയുടെ പേരാണ് പരീക്ഷിത്ത് മഹാരാജാവ്. അവിടെ വന്ന് എങ്ങനെയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ ഇരിപ്പ്? മീലിതലോചനം, അടച്ച കണ്ണുകൾ. പ്രതിരുദ്ധേന്ദ്രിയ പ്രാണമനോബുദ്ധി, പ്രതിരോധിക്കപ്പെട്ട ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിവയോട് കൂടിയവൻ. അവിക്രിയം, വിക്രിയാരഹിതൻ. വിപ്രകീർണ ജടാച്ഛന്നം, ജടയാൽ മറയ്ക്കപ്പെട്ടവൻ. രൗരവേണ, രുരുവെന്ന മൃഗത്തെ സംബന്ധിച്ച ആയ അജിനേന, ചർമ്മത്താൽ ഛന്നം, ആച്ഛാദിക്കപ്പെട്ടവൻ, മറയ്ക്കപ്പെട്ടവൻ. അവിടെയൊക്കെ നോക്കി ദാഹം ഒന്ന് ശമിപ്പിക്കുവാൻ പരീക്ഷിത്ത് മഹാരാജാവ് എവിടെ തിരഞ്ഞിട്ടും കാണാഞ്ഞിട്ടാണ് കണ്ട ആശ്രമത്തിൽ വന്നു കയറിയത്. ഭാരതത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അതിഥി ദേവോ ഭവ, തിഥി നോക്കാതെ വരുന്നവരാണ് അതിഥി എന്ന് പറയപ്പെടുന്നു. അതിഥി ദേവോ ഭവ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മറ്റൊരു രാഷ്ട്രത്തിൽ നിന്ന് ഈ രാഷ്ട്രത്തിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അതിഥി ദേവോ ഭവ എന്ന സംസ്കാരത്തിൻ്റെ ആവിഷ്കാരം എന്നോണം 21 ആചാരവിധി മുഴക്കും എന്ന് സൂചിപ്പിച്ചത്. ഇവിടെ ഒരു കവിവാക്യവും ഓർമ്മ വരുന്നു. ശത്രുവും തൻ ഗൃഹേ വന്നാൽ വഴിപോൽ സൽക്കരിച്ചിടണം. ശത്രുവും തൻ ഗൃഹേ വന്നാൽ വഴിപോൽ സൽക്കരിച്ചിടണം. മുറിക്കുന്നവനും വൃക്ഷം തണലേകുന്നിതല്ലയോ. ഇതാണ് നമ്മുടെ സംസ്കാരം. ഇപ്പോഴത്തെ സന്തതി പരമ്പരകളെക്കുറിച്ച് പറയാം. നമ്മൾ ഭാഗവതം ഇതിൻ്റെ അർത്ഥവും തത്വവും ഒക്കെ ഗ്രഹിച്ചു പോകുമ്പോൾ ഈ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പോയില്ലെങ്കിൽ പ്രയോജനമില്ല. ഇന്നത്തെ നമ്മുടെ കുട്ടികൾ വീട്ടിൽ ആരെങ്കിലും കയറി വന്നാൽ അവരേത് പ്രവർത്തനത്തിലാണോ ഏർപ്പെട്ടിരിക്കുന്നത് അവിടെ നിന്ന് അനങ്ങില്ല. അങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ ഗുരുനാഥൻ്റെ നിഴൽ കണ്ടാൽ മതി, ഞാൻ അറിയാതെ എഴുന്നേറ്റ് പോകും. പ്രായോപവേശം അനുഷ്ഠിക്കാൻ തീരുമാനിച്ച് ഗംഗാ നദീതീരത്ത് ഉചിതമായ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഭാരതത്തിലെ മുഴുവൻ പണ്ഡിത ശ്രേഷ്ഠന്മാരും ഋഷിപുങ്കവന്മാരും അവിടേക്ക് എത്തി. അവരുടെ എല്ലാം നടുവിലേക്കാണ് വ്യാസപുത്രനായ ശുഖബ്രഹ്മർഷി ചെന്ന് കയറിയത്. അറിയാതെ സകലരും എഴുന്നേറ്റു. അതാണ് അവരുടെ ഭാവം, അതായിരുന്നു ഭഗവത് ഭാവം അവരിലുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈശ്വര ഭക്തന്മാരെ കാണുമ്പോൾ ഈശ്വര ആനുകൂലികൾ അറിയാതെ എഴുന്നേറ്റ് ബഹുമാനിക്കും. അപ്പോൾ അതാണ് അതിഥി ദേവോ ഭവ. നമ്മുടെ കുട്ടികൾ അത് ചെയ്യാറില്ല. ചെയ്യിക്കാൻ വേണ്ടിയാണ് നിങ്ങളും ഞാനും ഉൾപ്പെടെയുള്ളവർ ഭാഗവത വിചാരം നടത്തുന്നത്. മൂല്യങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. ഞാനൊരു അഭിഭാഷകൻ കൂടിയാണ്. ആദരണീയനായ സ്വാമി ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്രിമിനൽസിനെ കാണുന്ന ആളുകൂടിയാണ് ഞാൻ. ഇപ്പോൾ ഇരിക്കുന്നത് ഏറ്റവും കൂടുതൽ സജ്ജനങ്ങളിരിക്കുന്ന വേദിയിലാണെങ്കിലും ഈ ക്രിമിനലുകളെല്ലാം തന്നെ വളരെ ചെറുപ്പക്കാരാണ്, കൗമാരപ്രായക്കാരാണ് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. അതിനുത്തരവാദിത്വം അവർക്കല്ല, നമുക്കാണ്, മാതാപിതാക്കൾക്കാണ്.
ഭാഗവതം വിചാരം ചെയ്യുന്ന നമ്മളെപ്പോലുള്ള ആളുകൾ വളർന്നു വരുന്ന തലമുറയെ മൂല്യബോധമുള്ള കുട്ടികളാക്കി മാറ്റണം. ഇല്ലെങ്കിൽ പ്രയോജനമില്ല. അപ്പോൾ അങ്ങേയറ്റം ഭഗവത് വിചാരത്തിൽ കഴിയുന്ന, ദേഹബോധം നഷ്ടപ്പെട്ട് പരീക്ഷത്തിനുണ്ടായിരുന്നതുപോലെ വിശപ്പുമില്ല, ദാഹവുമില്ല, ആദി വ്യാധികളൊന്നുമില്ലാതെ ഇരിക്കുകയാണ് ശമീക മഹർഷി. അത് ഈ കഥാഗോളത്തിൻ്റെ ഒരു പൊസിഷൻ. അപ്പോൾ അത് തികച്ചും ആത്മീയമായ ഒരു തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇരിപ്പ്. സമാധിസ്ഥനാണ്, നിർവികൽപ്പ സമാധിസ്ഥനാണ്. അപ്പോൾ അങ്ങനെയുള്ള ആശ്രമത്തിലേക്ക് ഒരു രാജാവ് കയറി വന്നപ്പോൾ, അതും കീർത്തിമാനായ ഒരു രാജാവ് കയറി വന്നപ്പോൾ സാമാന്യ രീതിക്ക് ശമീക മഹർഷി ആദരിക്കേണ്ടതാണ്. പക്ഷെ അദ്ദേഹം അറിയുന്നില്ലല്ലോ. അദ്ദേഹത്തിന് പരിസരബോധമില്ല. രാമരാമ രാമ രാമ ജപിച്ച് രത്നാകരൻ എന്ന കാട്ടാളൻ പരിസരബോധവും ദേഹബോധവും നഷ്ടപ്പെട്ട് ഋഷിയായി മാറി, വാൽമീകി ഋഷിയായി മാറി. മന്ത്രത്തിൻ്റെ ശക്തിയും കൂടാണ്, നാമജപത്തിൻ്റെ പ്രാധാന്യം കൂടാണ് ആ സംഭവം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ചിതൽ വന്ന് ശരീരം മൂടിയതറിഞ്ഞില്ല. വാൽമീകത്തിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ട് വാൽമീകി എന്ന് പേര് കിട്ടി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ശമീക മഹർഷിക്ക് ദേഹബോധവും പരിസരബോധവും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് മറ്റൊരു ഓബ്ജക്റ്റ് വന്ന് തൻ്റെ ശരീരത്തെ തട്ടിയാലും അറിയില്ല. അതേ അവസ്ഥയിലിരിക്കുന്ന, അപ്പോൾ ദേഹബോധം നഷ്ടപ്പെടണം എപ്പോൾ? ഒരാൾ ഈശ്വരനിലേക്ക് മനസ്സ് തിരിയുമ്പോൾ. നമുക്ക് നാമം ജപിക്കുമ്പോൾ പോലും ആ ഒരവസ്ഥ ഉണ്ടാകണം. ശരീരബോധം തികച്ചും ലൗകികരുടേതാണ്. ആത്മീയത അതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാർ പറയുന്നത് ഫ്രം ദ സ്പിരിറ്റാണ്. ആത്മാവിനെ സംബന്ധിക്കുന്നതാണ് സ്പിരിച്വാലിറ്റി, അല്ല ശരീരത്തെ സംബന്ധിക്കുന്നതല്ല. അപ്പോൾ ആത്മാവിനെ സംബന്ധിക്കുന്ന, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ വിചാരം ചെയ്ത് ഞാനും അത് തന്നെയാണ്, തത് ത്വം അസി, ഞാൻ അതാകുന്നു എന്ന ആത്മബോധത്തോടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന ആ ആചാര്യൻ്റെ അടുത്തേക്കാണ് തികച്ചും ലൗകിക ബോധത്തിൽ നിൽക്കുന്ന, ഭൗതിക ചിന്തയിൽ നിൽക്കുന്ന പരീക്ഷിത്ത് രാജാവ് ചെന്നത്. രണ്ടുപേരുടെയും മാനസിക തലം ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഇവിടെ പ്രകാശമുണ്ട് എന്ന് പറഞ്ഞാൽ ഇരുട്ടിന് സ്ഥാനമില്ല, ഇരുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പ്രകാശമില്ല. വിവേകം എന്ന് പറയുന്നത് അനാത്മ വിവേകമാണ്. തെറ്റും ശരിയും തിരിച്ചറിയണം. ധർമ്മമേത് അധർമ്മമേത്, നിത്യമേത് അനിത്യമേത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അപ്പം ഞാൻ എൻ്റെ തലത്തിൽ നിന്നുകൊണ്ട്, എൻ്റെ മനോതലം ഏതാണോ, യദ്ഭാവം തദ്ഭവതി, എൻ്റെ മനോതലം ഏതാണോ, എൻ്റെ മനസ്സിൻ്റെ തലം ഏതാണോ അതനുസരിച്ച് മറ്റൊരാളെ ഞാൻ അളക്കും. തികച്ചും ലൗകിക സ്ഥാനത്ത് നിൽക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവ് ആശ്രമത്തിൽ, ശമീക മഹർഷിയുടെ ആശ്രമത്തിൽ കയറി ചെന്നപ്പോൾ എന്നെ ബഹുമാനിച്ചില്ല എന്നായിരിക്കട്ടെ ഒരു പണി. അവിടൊക്കെ നോക്കിയപ്പോൾ ഒരു ചത്ത പാമ്പിൻ്റെ ഉടല് കണ്ടു. അതെടുത്ത് ശമീകൻ്റെ കഴുത്തിലിട്ടു. നമ്മൾ ചിലർക്കൊക്കെ പണി കൊടുക്കും എന്ന് പറയാറുണ്ടല്ലോ. അപ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ. ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവൻ സന്തോഷമായി, ചെയ്തിട്ടങ്ങ് പോയി. അപ്പോൾ എന്ത് സംഭവിച്ചു? തസ്യ പുത്രോ അതിതേജസ്വീ വിഹരൻ ബാലകോ അർഭകൈ രാജ്ഞാഘം പ്രാപിതം താതം ശ്രുത്വാ തത്രേദമബ്രവീത്. ഇത് കഴിഞ്ഞിട്ട് പരീക്ഷിത്ത് മഹാരാജാവ് അങ്ങ് പോയി. പക്ഷേ ഈ വാർത്ത മറ്റു കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ശമീക മഹർഷിയുടെ മകനായ ശൃംഗി അറിഞ്ഞു. ചിലർ പറയത്തില്ല, എൻ്റെ തന്തയ്ക്ക് വിളിച്ചവനല്ലയോ പിന്നെ ഞാൻ വെച്ചേക്കോ എന്ന് ചോദിക്കുന്ന പോലാണ്. ഇതറിഞ്ഞിട്ട് അവിടേക്ക് വരികയാണ്.
അപ്പോഴാണ് ശാപത്തിൻ്റെ വൃത്താന്തം അറിയുന്നത്. അഹോ അധർമ്മശ്ച പാലാനാം പീബ്നാം ബലിഭുജാമിവ സ്വാമിന്നഘം യദ്ദാസാനാം ദ്വാരപാനാം ശുനാമിവ ബ്രാഹ്മണൈ ക്ഷത്രബന്ധുർഹി ദ്വാരപാലോ നിരൂപിത സ കഥം തദ്ഗൃഹേ ദ്വാർസ്ഥ സ ഭാണ്ഡം ഭോക്തുമർഹതി കൃഷ്ണേ ഗതേ ഭഗവതേ ശാസ്ത്രിരുത്പഥഗാമിനാം. ഇങ്ങനെ തതോഭ്യത്യാശ്രമം ബാലോകളെ സർപ്പകളേവരം പിതരം വീക്ഷ്യ ദുഃഖാർത്തോ മുക്തകണ്ഠ രുരോധ. ഇത് വന്ന് കണ്ടപ്പോൾ ശൃംഗി മകൻ വല്ലാതെ വിഷമിച്ചു. അച്ഛൻ്റെ കഴുത്തിൽ ഒരു പാമ്പിൻ്റെ ജഡം കിടക്കുന്നു. പാമ്പിൻ്റെ ജഡം എന്നതുകൊണ്ട് അവിടെ തത്വാർത്ഥം നമ്മൾ ഗ്രഹിക്കേണ്ടത് കർമ്മം ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്ന ശരീരത്തിൻ്റെ പ്രതീകമാണ് അത്. വെറുതെ കൈകൊണ്ടെടുത്തിട്ടതല്ല പരീക്ഷിത്ത് മഹാരാജാവ്, വില്ലിൻ്റെ അഗ്രം കൊണ്ട്, അത് ഉപാധിയാണ് എടുത്തിട്ടത്. അത് കണ്ടിട്ടാണ് ആ മുനിബാലകൻ പർണശാലയിൽ വന്ന് കഴുത്തിൽ ചത്ത സർപ്പത്തിൻ്റെ ശരീരം വഹിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ വല്ലാത്ത ദുഃഖം തോന്നി. സ വാ ആംഗിരസോ ബ്രഹ്മൻ ശ്രുത്വാ സുതവിലാപനം ഉന്മീല്യ ശനകേർനേത്രേ ദൃഷ്ട്വാ സ്വാംസേ മൃദോരഗം വിസൃജ്യ പുത്രം പപ്രച്ഛവത്സ കസ്മാധി രോദിഷി കേന വാ തേ പ്രതികൃത്യമമിതത്യുക്ത സ ന വേദയത് നിശമ്യ ശബ്ദമതദർഹം നരേന്ദ്രം സ ബ്രാഹ്മണോനാത്മജമഭ്യനന്ദത് അഹോ ബതാം ഹോ മഹദജ്ഞ തേ കൃതം അൽപീയസി ദ്രോഹ ഉരുർദമോ ധൃത. ഇത് ചെയ്തവനാരോ ഇവൻ ഇന്നേക്ക് 7-ാം നാൾ തക്ഷകൻ കടിച്ചു മരിക്കട്ടെ. തൻ്റെ സങ്കല്പത്താലുള്ള ആ തക്ഷകൻ, കാലത്തിൻ്റെ പ്രതീകമാണ് തക്ഷകൻ, നമ്മുടെ പിന്നാലെയും പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കാലമാകുന്ന തക്ഷകൻ. പരീക്ഷത്ത് മഹാരാജാവിന് ഒരു ഉറപ്പ് കിട്ടി, 7 ദിവസത്തിനകം അത് സംഭവിക്കും. അപ്പോൾ ഇത് കണ്ടിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പുത്രനെ ആര് കാണുന്നു? ശമീക മഹർഷി ധ്യാനത്തിൽ നിന്ന് ഉണർന്നു നോക്കിയപ്പോൾ കരയുകയാണ് പുത്രൻ. ഇപ്പോൾ സംഭവങ്ങളൊക്കെ പറഞ്ഞു. സാധാരണഗതിയിൽ ഒരാൾക്ക് മകനൊരു അടി കൊടുത്തു, ആ മിടുക്കൻ, നീ കൊടുത്തല്ലോ, ഇങ്ങോട്ടൊന്ന് കിട്ടിയപ്പോൾ നീ 2 കൊടുത്തല്ലോ. ഇവിടെ പക്ഷേ ശമീക മഹർഷി അതല്ല പറഞ്ഞത്. ഒരിക്കലും ശപിപ്പാൻ പാടില്ലാത്ത രാജാവിനെ നീ ശപിച്ചു, ചെയ്യാൻ പാടില്ലാത്തായിരുന്നു. ഒരു കരണത്തടി കിട്ടിയപ്പോൾ മഹാത്മജി മറുകരണം കാണിച്ചു കൊടുത്തിട്ട് അങ്ങയ്ക്ക് കൈവേദനിച്ചോ എന്ന് ചോദിച്ചില്ലേ? യുദ്ധകാലത്ത്, കുരുക്ഷേത്ര യുദ്ധകാലത്ത് ഇടവേളകളിൽ പാഞ്ചാലി ധർമ്മപുത്രോട് പറയുന്നു, അങ്ങയുടെ ഈ തണുത്ത പ്രകൃതം നമുക്ക് ചേർന്നതല്ല. അവരാകട്ടെ എണ്ണത്തിൽ കൂടുതലുണ്ട്, 11 അക്ഷൗഹിണിയുണ്ട്, നമുക്ക് 7 ഉള്ളൂ. പാഞ്ചാലി പറഞ്ഞതെല്ലാം സ്നേഹപൂർവ്വം കേട്ട് കഴിഞ്ഞിട്ട് ധർമ്മപുത്രൻ പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, ഇനി പറയുന്ന സെൻറ്റൻസാണ് നമുക്ക് വളരെ കാര്യമായിട്ട് എടുക്കേണ്ടത്. അത് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുത്ത് ഭാരതത്തെ ലോകവേദിയിൽ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും അഹിംസയുടെയും പാതയിൽ ലോകത്തിൻ്റെ നെറുകയിൽ സ്ഥാപിച്ച മഹാനുഭാവനാണ് മഹാത്മജി. എന്താ അദ്ദേഹം പറഞ്ഞത് പാഞ്ചാലിയോട്? പാഞ്ചാലി, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ ക്രോധിക്കുന്നവനോട് പകരം ക്രോധിക്കാത്തവൻ 2 പേരെയും ചികിത്സിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ദേഷ്യം വരുമ്പോഴേ തിരിച്ചു കോപിക്കണം എന്നല്ല പറഞ്ഞത്. ക്രോധിക്കുന്നവനോട് പകരം ക്രോധിക്കാത്തവൻ 2 പേർക്കും ചികിത്സയാണ്. അതാണിവിടെ ശമീക മഹർഷി മകനോട് പറഞ്ഞത്, നീ ചെയ്യരുതായിരുന്നു, ശപിക്കരുതായിരുന്നു. പ്രത്യേകിച്ചും പരീക്ഷിത്തുന്ന മഹാരാജാവ്, അദ്ദേഹം ഒരു ചെറിയ തെറ്റാണ് എങ്കിൽ പോലും, അല്ലെങ്കിൽ ഗുരുതരമായ ഒരു തെറ്റ് ചെയ്താൽ പോലും അങ്ങയോട്, അദ്ദേഹത്തോട് അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നാ മകനോട് ശൃംഗിയോട് പറഞ്ഞത്.
അതാ നേരത്തെ ഞാൻ വായിച്ച ശ്ലോകം. നിശമ്യ ശബ്ദം അതദർഹം, അതിന് യോഗ്യനല്ലാത്ത നരേന്ദ്രം രാജാവിനെ നീ ശപിക്കരുതായിരുന്നു. അപ്പം ആ ധർമ്മപുത്രൻ പറഞ്ഞ ആ വാചകം നമ്മൾ ഓർക്കണം. ക്രോധിക്കുന്നവരോട് പകരം ക്രോധിക്കാത്തവൻ രണ്ടുപേരെയും ചികിത്സിക്കുന്നു. അത് തന്നെയല്ലേ നമ്മൾ നിത്യവും ചൊല്ലുന്നത്, കോപം കൊണ്ടു ശപിക്കരുതാരും ഭഗവൽമയമെന്നോർക്ക സമസ്തം. വളരെ പ്രസംഗിക്കാൻ എളുപ്പമാണ് എന്നെപ്പോലെ. എത്ര പേർക്ക് കോപം നിയന്ത്രിക്കാൻ പറ്റും? ഭഗവത്ഗീത 2-ാമത്തെ അധ്യായത്തിൽ സാഖ്യയോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ അധ്യായമാണ് 2-ാമത്തെ അധ്യായമെന്ന് എല്ലാ ആചാര്യന്മാരും പറയുന്നു. സംഗാത് സംജായത്തെ കാമാത് ക്രോധോഭിജായത്തെ ക്രോധാത് ഭവതി സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി സംഗാത്. ബന്ധം, അറ്റാച്ച്മെൻ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ആദ്യത്തെ നമ്മുടെ ബന്ധം, സംഘം സ്വശരീരത്തോടാണ്. പരീക്ഷിത്ത് മഹാരാജാവിന് ശരീരത്തോട് അങ്ങേയറ്റത്തെ മമത ഉണ്ടായിരുന്നതുകൊണ്ട് തൻ്റെ മനോഗതം അറിഞ്ഞ് തനിക്കൊരു പണി കിട്ടിയാൽ തനിക്ക് എങ്ങനെയാണ് അവഹേളിതനാകുന്നത്, അതേ ലെവലിൽ ശമീക മഹർഷിയെ കണ്ടിട്ട് ചത്ത പാമ്പിൻ്റെ ഉടലെടുത്ത് ഇട്ടത്. ശമീക മഹർഷിക്കാകട്ടെ അറ്റാച്ച്മെൻ്റ് ഇല്ല, ഡിറ്റാച്ച്മെൻ്റാണ് ശരീരത്തോട്. അതുകൊണ്ട് ശരീരത്തിൽ ഒരു ചത്ത പാമ്പിൻ്റെ ഉടലെടുത്തിട്ട് അറിഞ്ഞതേയില്ല. ബോഡി കോൺഷ്യസ്നെസ് നഷ്ടപ്പെട്ടു. പിന്നെ അദ്ദേഹം ഏത് കോൺഷ്യസ്നെസ്സിനാണ് ഇരിക്കുന്നത്? ആത്മാ കോൺഷ്യസ്നെസ്. അപ്പോൾ സ്പിരിച്വാലിറ്റി, ആത്മീയത എന്ന് പറയുന്നത് ജേണി ഫ്രം ബോഡി കോൺഷ്യസ്നെസ് ടു ആത്മാ കോൺഷ്യസ്നെസ്. ദേഹബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്കുള്ള ഒരു മനുഷ്യൻ്റെ പ്രയാണമാണ് സ്പിരിച്വാലിറ്റി അഥവാ ആത്മീയത. അതല്ലേ ശരിക്കും ഭാഗവതത്തിൻ്റെ ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ഭാഗവതം എന്തിനു വേണ്ടി നമ്മൾ ഉൾക്കൊള്ളണം? ശമീക മഹർഷിയെപ്പോലെ പെരുമാറാൻ, പക്ഷേ പരീക്ഷത്തിനെ പോലെ പെരുമാറാൻ അല്ല. ഇവിടെ എന്താണ് അതുകൊണ്ട് പരീക്ഷിത്ത് മഹാരാജാവ് അതിൽ നിന്ന് മോചിതനായില്ലേ? ആയി. എങ്ങനെ? ചെയ്തത് തെറ്റായിപ്പോയി എന്ന ബോധ്യം വന്നാൽ അത് തിരുത്താൻ ശ്രമിക്കുന്നവനാണ് ഉത്തമനായ മനുഷ്യൻ. അവന് വിവേകമുദിക്കും. ആ തിരുത്തലിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുക. IT നമ്മളെല്ലാ കുട്ടികൾക്കും അറിയാം. ഇന്ന് IT-യുടെ കാലമാണല്ലോ. എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചത് ഇൻഫർമേഷൻ ടെക്നോളജി എന്നല്ല, ഇൻഡിവിജ്വൽ ട്രാൻസ്ഫോർമേഷൻ. IT 7 ദിവസം അല്ലെങ്കിൽ 10 ദിവസം സത്രം നടത്തി, എല്ലാ ദിവസവും വന്ന് പങ്കെടുത്തു, അന്നദാനത്തിലും പങ്കെടുത്തു. 10-ാം ദിവസം നവരാത്രിക്ക് വിജയം ആഘോഷിക്കുന്നത് പോലെ നമുക്കും ഇവിടെ വിജയം ആഘോഷിക്കണമെങ്കിൽ ഈ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. രാമനാമം ജപിച്ച് കാട്ടാളത്വം മാറി ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായപ്പോൾ വാൽമീകി മഹർഷിയായി. നേരത്തെ എത്രയോ പേരെ വേദനിപ്പിച്ചു വാൽമീകി മഹർഷി. രത്നാകരൻ എത്രയോ പേരെ വേദനിപ്പിച്ചു. ആ ആളിന് വാൽമീകി മഹർഷി ആയപ്പോൾ ഒരു പക്ഷിയുടെ വേദന പോലും താങ്ങാൻ പറ്റില്ല. ആ വേദന തൻ്റെ വേദനയായി മാറി. താനാണ് ആ സ്ഥാനത്തെന്ന് കണ്ടു. അപ്പോൾ അയാൾക്കുണ്ടായ ഭാവമാണ് എമ്പതി. നമുക്കൊക്കെ ഉള്ളത് എമ്പതി അല്ല, സിമ്പതിയാണ്. അതുകൊണ്ട് വലിയ കാര്യമില്ല. കഷ്ടം അടിക്കുമല്ലോ നമ്മൾ. എമ്പതിയാണ് വേണ്ടത്. ആ എമ്പതി ഹൃദയാർദ്രതയാണ്. അത് ആർജിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരം ഗ്രന്ഥപാരായണത്തിലും ഗ്രന്ഥവിചാരത്തിലും ഇരിക്കുന്നത്. അങ്ങനെ ഒരു ആർദ്രത പരീക്ഷിത്ത് മഹാരാജാവിന് ഉണ്ടായിരുന്നു എങ്കിൽ ഈ അവിവേകം പ്രവർത്തിക്കില്ലായിരുന്നു. ആ ആർദ്രത എങ്ങനെ വരൂ? ഭഗവത് ചിന്തയിലൂടെ അല്ലാതെ. ഹൃദയാർദ്രത, ചിത്താർദ്രത ഒരിക്കലൊരു മനുഷ്യന് ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഭാഗവതത്തിൽ പറയുന്നു, ഭക്തിയില്ലാതെ, കേവല ഭക്തിയില്ലാതെ ഏത് കർമ്മം ചെയ്താലും പ്രയോജനമില്ല.
ആരെയും വേദനിപ്പിക്കാതെ കർമ്മങ്ങൾ വളരെ കണിശത്തോടുകൂടി ടൈം ടേബിൾ അനുസരിച്ച് ഒരാൾ ചെയ്യുന്നു, അയാൾ ഉത്തമനാണെന്ന് പറയാൻ ഭാഗവതം അനുവദിക്കില്ല. കാരണം ഭക്തിയില്ല, ഈശ്വരചിന്ത. ഈശ്വരചിന്തയിതൊന്നേ മനുജനു ശാശ്വതമേ ഉലകിൽ. ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് വിശ്വസിക്കാൻ. ലോകത്തൊരൊറ്റയാളേ ഉള്ളൂ, ഭഗവാൻ. കുട്ടികളോടൊക്കെ ചോദിക്കുമല്ലോ, ഹു ഈസ് യുവർ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്? ആരെങ്കിലും പറയും ഇന്നത്തെ കുട്ടികൾ ഭഗവാൻ കൃഷ്ണനാണ് എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്? ഗോപികമാർ പറയും, കുചേലൻ പറയും, അർജുനൻ പറയും, പിന്നെ സജ്ജനങ്ങൾ എല്ലാവരും പറയും. അപ്പോൾ ഭഗവാനെ മാത്രമേ നമുക്ക് ഉത്തമ വിശ്വാസം ഉള്ളൂ. ആ ഭഗവാനിലുള്ള അടിയുറച്ച വിശ്വാസത്തെയാണ് ഭക്തി എന്ന് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നത്. കർമ്മം, ഭക്തി, ജ്ഞാനം, 3 പ്രസ്ഥാനം. അതിൽ കർമ്മരംഗം, അതിനു വേണ്ടിയുള്ളതാണ് ശരീരം. കർമ്മം, ഭക്തി, ജ്ഞാനം എന്ന 3 മേഖലകളെക്കുറിച്ച് പറയുമ്പോൾ അത് നമ്മളുമായിട്ട് കണക്ട് ചെയ്യണ്ടേ? അവിടെ കർമ്മത്തിൻ്റെ സ്ഥാനത്ത് എന്ത് കാണണം? ശരീരം, നമ്മുടെ ശരീരം. ഭക്തിയുടെ സ്ഥാനത്ത് മനസ്സ്, ജ്ഞാനത്തിൻ്റെ സ്ഥാനത്ത് ബുദ്ധി. അപ്പോൾ 3 ആയല്ലോ. മൈൻഡ്, ബോഡി, ആത്മ, MBA ഡിഗ്രി. അപ്പോൾ ശരീരം തന്നിരിക്കുന്നത് എന്താണ്? ശരീരം തന്നിരിക്കുന്നത് കർമ്മം ചെയ്യാൻ. എങ്ങനെയുള്ള കർമ്മം? ഈശ്വരോന്മുഖമായ കർമ്മം ചെയ്യുക. ഈശ്വരോന്മുഖമായ കർമ്മത്തെ ധർമ്മമെന്ന് പറയും, വേദോക്തമായ കർമ്മത്തെ ധർമ്മമെന്ന് പറയും. അപ്പോൾ എല്ലാ കർമ്മങ്ങളും അങ്ങനെ ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. അതാണ് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഈ ശമീക മഹർഷിയുടെ കഴുത്തിൽ ഇങ്ങനെ ഇട്ടപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് തനിക്ക് ലഭിച്ചിരിക്കുന്ന ഉപാധിയായ ശരീരം കൊണ്ട് സത്പ്രവൃത്തിയല്ല ചെയ്തത്, ദുഷ്കർമ്മമാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഫലം അനുഭവിച്ചേ തീരൂ. യഥാ അങ്ങനൊരു ശ്ലോകം ഉണ്ടല്ലോ, യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർ. അതല്ല, മറ്റേ ചെയ്തവൻ ഏതാ? കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന. നീ ആൾക്കാരെയൊക്കെ പിടിച്ചു പറിച്ചതൊക്കെ ചെയ്യുമ്പോൾ നീ പറഞ്ഞല്ലോ നിൻ്റെ ഭാര്യയ്ക്ക് മക്കൾക്കൂടെ വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. എന്നാൽ പോയി ചോദിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞില്ലേ സപ്തർഷികൾ രത്നാകരനോട്? തിരിച്ചു വന്നപ്പോൾ എന്താ മെസ്സേജ് കിട്ടിയത്? രത്നാകരൻ്റെ ഗുരുവായിട്ട് ഭാര്യയും മക്കളും മാറിയ ഒരു സന്ദർഭമാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നതേ വരൂ. ഇവിടെയും അതേപോലെ ആ പാപകർമ്മം ചെയ്തപ്പോൾ യാതൊരു പ്രതികരണവും ഉണ്ടായില്ല ശമീക മഹർഷിയിൽ നിന്ന്. മാത്രവുമല്ല, ശമീക മഹർഷി പരീക്ഷിത്ത് മഹാരാജാവിനെ അല്പം പോലും വേദനിപ്പിക്കുക പോലും ഉണ്ടായില്ല. നമുക്ക് എങ്ങനെയൊക്കെ വേദനിപ്പിക്കാം? ചിന്ത കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കാം, വാക്കുകൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കാം, പ്രവൃത്തി കൊണ്ട് വേദനിപ്പിക്കാം. അതുകൊണ്ട് എന്ത് വേണമെന്ന് പറഞ്ഞു? അഹിംസ പരമോ ധർമ്മ. അഹിംസ എന്ന് പറഞ്ഞാൽ ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമുള്ള അഹിംസയായിരിക്കണം. ചിന്ത, വാക്ക്, പ്രവൃത്തി, ഈ 3 കരണങ്ങൾ, ഇൻ്റഗ്രേഷൻ ഓഫ് തോട്ട്സ്, വേർഡ്സ് ആൻഡ് ആക്ഷൻസ്. ഇവിടെ പരീക്ഷിത്ത് മഹാരാജാവിന് ആ കാര്യത്തിൽ ഒരു തെറ്റു പറ്റിയതുകൊണ്ട് എന്തു വേണമെന്ന് ആലോചിച്ചപ്പോഴാണ് പ്രായോപദേശവ്രതം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പോൾ സകല ആളുകളും അവിടെ വരുന്നു. എല്ലാ മുനിമാരും മുനിശ്രേഷ്ഠന്മാരും ഈ ബ്രാഹ്മണ ശാപം അറിഞ്ഞുകൊണ്ടും പരീക്ഷിത്ത് മഹാരാജാവ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് പ്രായോപവേശം എന്ന് പറഞ്ഞാൽ ആഹാര നിഹാരാദികളിലിരിക്കുക. നമ്മൾ നാട് മുഴുവൻ സപ്താഹം നടത്തി ഇഷ്ടംപോലെ 7 ദിവസവും 4 നേരവും കഴിക്കും. ലോകത്താദ്യമായി സപ്താഹം നടത്തിയത് ശുഗബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിന് വേണ്ടിയാണ്. സപ്താഹത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചൊന്നും ഇവിടെ ഞാൻ പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈശ്വര അന്വേഷകനായി ഒടുങ്ങാത്ത ആവേശമായി ഈശ്വരനെ അറിയാൻ
ഒരാൾ ഇരുന്നാൽ ഭഗവാന്റെ നിയോഗമെന്നാണ് അവിടേക്ക് ആളിനെ ഭഗവാൻ വിടും. അങ്ങനെയാണ് ശുകബ്രഹ്മർഷി അവിടെ, വ്യാസപുത്രനായ ശുകബ്രഹ്മർഷി അവിടെ വന്നതും അദ്ദേഹം ഇത് പറഞ്ഞു, എനിക്കെൻ്റെ പിതാവ് പറഞ്ഞു തന്നിട്ടുള്ള ഭാഗവതം അത് കേട്ടാൽ മതി എന്ന്. ഭാഗവതം കേട്ടാൽ മതി. ശ്രവണം, മനനം, നിധിധ്യാസനം. നമുക്ക് വേണ്ട 3 പ്രധാനപ്പെട്ട ക്വാളിറ്റീസാണ് ഒരു ഭക്തന് അല്ലെങ്കിൽ ഒരു സാധകന്. ശ്രവണം, കേൾക്കാൻ തയ്യാറാകുക. എളുതായിട്ട് മുക്തി ലഭിപ്പാനായി ചെവി തന്നിതു കേൾപ്പിനെല്ലാവരും എന്ന് അദ്ദേഹം പൂന്താനം പാടിയത് കേൾക്കാനുള്ള സന്നദ്ധത. ഇപ്പം ഇത്രയും പേര് ഇവിടെ കേൾക്കാനുള്ള സന്നദ്ധത, കേൾക്കുന്നത് തന്നെ പ്രധാനമാണ്. ഭാഗവതം അങ്ങ് കേട്ടാൽ മതി. ഏതായാലും ഇനി 7 നാളുണ്ടല്ലോ. 2 നിമിഷം കൊണ്ട് മോക്ഷം നേടിയിട്ടുള്ള ആളുകളും ഉണ്ട്. ഭാഗവതത്തിൽ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങക്ക് 7 ദിവസമുണ്ട്. അങ്ങനെ ശുകബ്രഹ്മർഷിയിൽ നിന്ന് നേരിട്ട് കേൾക്കുകയാണ് മഹാമൃത്യുഞ്ജയ മന്ത്രമായ ഭാഗവതം. ഇതം നാമ ഭാഗവതം പുരാണം ബ്രഹ്മസംഹിതം. ഇതിനകത്ത് വേദമാണ് അടിസ്ഥാനം. നമ്മൾക്ക് ഭാരതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ അല്ലെങ്കിൽ നിയമസഭകളിൽ ഏത് നിയമം പാസ്സാക്കിയാലും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഏതാ? കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയ്ക്ക് അനുസരിച്ചല്ലാതെ ഒരു നിയമം പാർലമെൻറ്റിലോ നിയമസഭയിലോ പാസ്സാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ എല്ലാ ഗ്രന്ഥങ്ങൾക്കും, ഋഷിമാർ ചമച്ച എല്ലാ ഗ്രന്ഥങ്ങൾക്കും അടിസ്ഥാനം വേദമാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. 4 വേദങ്ങളിൽ നിന്നായി 1180 ഉപനിഷത്ത്. പരമമായ ജ്ഞാനം, വിദ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് വേദം എന്ന വാക്ക് ഉണ്ടായത്. അതിൽ നിന്ന് തന്നെയാണ് വിദ്യ എന്ന വാക്കുണ്ടായത്. അതിൽ നിന്ന് തന്നെയാണ് വിദ്യാഭ്യാസം ഉണ്ടായത്. അത് വിദ്യാഭാസമായി ഇപ്പോൾ പോയിക്കൊണ്ടേയിരിക്കുന്നു. എന്തിനാണ് വിദ്യ ചെയ്യുന്നത് എന്ന് വിവേകാനന്ദ സ്വാമിജിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരുവനിൽ സ്വതസിദ്ധമായ പൂർണ്ണതയുടെ പ്രകാശനമാണ് വിദ്യാഭ്യാസം. വിദ്യ എവിടെ ഉണ്ട്? പരമമായ ജ്ഞാനം അവനവനിൽ തന്നെ ഉണ്ട്. പക്ഷെ അത് സ്വയം ബോധ്യപ്പെടാൻ പറ്റുന്നില്ല. എന്താ കാരണം? അജ്ഞാനേനാവൃതം ജ്ഞാനം. ആ ജ്ഞാനം ഉള്ളിൽ തന്നെ ഉണ്ട്. അത് അജ്ഞാനത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. അഗ്നിയെ മറച്ചു വെച്ചുകൊണ്ട് ചാരം, അഗ്നിയിൽ നിന്നും തന്നെ ഉണ്ടായ ചാരം അഗ്നിയെ മറച്ചു വെച്ചിരിക്കുന്നു. അതുപോലെ നമ്മുടെ ഉള്ളിൽ, അതുകൊണ്ടല്ലേ നമ്മൾ ഗുരുവിനെ ആശ്രയിക്കുന്നത്. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇവിടെ ഒരു ശ്ലോകം പ്രഥമസ്കന്ധത്തിലെ 18ാമത്തെ അധ്യായത്തിലെ 36ാമത്തെ ശ്ലോകം പ്രത്യേകം ഒന്നെടുത്ത് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതി ഉക്ത്വാ ഇത്യുക്ത്വാ രോക്ഷതാമ്രാക്ഷോ വയസ്യാൻ ഋഷിബാലകാൻ കൗശിക്യാപ ഉപസ്പൃശ്യ വാഗ്വജ്രം. ഞാൻ ആ പ്രയോഗത്തിനാണ് കൂടുതൽ ഊന്നൽ നൽകാൻ ആഗ്രഹിക്കുന്നത്. വാഗ്വജ്രം വിസസർജഃ. സ്നേഹിതന്മാരായ ഋഷികുമാരന്മാരോട് ഇപ്രകാരം പറഞ്ഞിട്ട്, എന്താ ശാപവാക്കാണ്, രോഷതാമ്രാക്ഷ. നമുക്കെല്ലാവർക്കും വല്ലപ്പോഴും ഉണ്ടാകുന്നൊരവസ്ഥ, കണ്ണ് ചുവക്കും. എപ്പോഴാണ്? ദേഷ്യപ്പെടുമ്പോൾ. അതായത് ഇവിടെയും ആ ഋഷി കുമാരനുണ്ടായ രോഷതാമ്രാക്ഷ. അങ്ങനെ കോപത്താൽ ചുവന്ന കണ്ണുകളോടുകൂടിയവനായി കൗശിക്യാപ്പ, കൗശികി നദീജലത്തെ സ്പർശിച്ചിട്ട് വാഗ്വജ്രം. ആ പ്രയോഗം വളരെ പ്രാധാന്യമുള്ളതാണ്. വാക്കാകുന്ന വജ്രായുധത്തെ വിസർജിച്ചു. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. സ്ലിപ്പ് ഓഫ് ദ ടങ്. നമ്മളെല്ലാവരും പറയത്തില്ലേ, ഓ പറഞ്ഞുപോയി. തിരിച്ചെടുക്കാൻ പറ്റുമോ പറഞ്ഞു പോയത്? ഇല്ല. എത്രയോ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ പോലും ഈ വാഗ്വജ്രത്താൽ
സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ 5 നമുക്ക് എല്ലാവർക്കും അറിയാം, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. അതിൽ നാക്കിന് മാത്രം ഡബിൾ ഡ്യൂട്ടിയാണ്. നല്ലത് രുചിക്കണം, നല്ലത് പറയണം. ഒരാളിനെ ആകർഷിപ്പിക്കാൻ, കൃഷ്ണൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എല്ലാവരെയും ആകർഷിച്ചു നിർത്തുന്നവൻ. അപ്പോൾ ഒരാളിനെ ആകർഷിക്കാൻ 5 ഇന്ദ്രിയങ്ങളിൽ വെച്ച് നയനം പ്രധാനം എന്ന് വേറെ പറയുന്നുണ്ട്, സർവേന്ദ്രിയാണാം നയനം പ്രധാനം എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും എങ്ങനെ സംസാരിക്കണം, നാക്ക് എങ്ങനെ ഉപയോഗിക്കണം? ഹൃദ്യമായി സംസാരിക്കണം. ഹൃദയത്തിൽ നിന്ന് വരുന്നു വാക്കുകളെ, ഹൃദയത്തിൽ നിന്ന് വരണം. എൻ്റെ വാക്കുകൾ നിങ്ങളുടെ കർണപുടങ്ങളിൽ ആണ് പതിക്കുന്നത് എങ്കിൽ പ്രയോജനമില്ല. നേരെ മറിച്ച് എൻ്റെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയ ഗുഹയിലേക്കാണ് സന്നിവേശിപ്പിക്കപ്പെടുന്നത് എങ്കിൽ നിങ്ങളിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ, ഇതിലേ കേട്ടു ഇതിലേ കളഞ്ഞു. അതുകൊണ്ട് ഹൃദ്യമായി സംസാരിക്കണം, ഹൃദയത്തിൽ നിന്ന് സംസാരിക്കണം. ദയയുടെ ഇരിപ്പിടമാണ് ഹൃദയം. ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് എന്തുണ്ടാകും? സ്നേഹമുണ്ടാകും, ആർദ്രതയുണ്ടാകും, അതിൽ എമ്പതി ഉണ്ടാകും, ഈശ്വര ചിന്തയിൽ കുതിർന്ന വാക്കുകളായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് വാക്കുകൊണ്ടേൽക്കുന്ന മുറിവ് മാറ്റാൻ പറ്റില്ല, വാളുകൊണ്ടേൽക്കുന്ന മുറിവ് ചികിത്സിച്ച് ഭേദമാക്കാം. കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, അതുകൊണ്ട് എന്ത് വേണം? ബി കെയർഫുൾ. പക്ഷെ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ വെറും ബി കെയർഫുൾ എന്ന് മാത്രമല്ല ഞാൻ പറയാറുള്ളത്, ABC, ആൾവേസ് ബി കെയർഫുൾ. കരുതൂക്ക സതതം നാരായണ ജയ, അല്ലെങ്കിൽ മരുവൂക്ക സതതം നാരായണ ജയ. അതിൻ്റെ ഇംഗ്ലീഷാണ് ഞാൻ പറഞ്ഞത്, ആൾവേസ് ബി കെയർഫുൾ. ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസ് എടുത്തപ്പോൾ ഒരു കുട്ടി ചോദിച്ചു, ABCക്ക് വേറൊരു ABC സാറിന് പറയാം. അപ്പോൾ അവൻ്റെ ചോദ്യം കേട്ടപ്പോഴേ അവൻ കുസൃതിയാണെന്ന് എനിക്ക് മനസ്സിലായി. അവനോട് ഞാൻ പറഞ്ഞു, അവോയ്ഡ് ബാഡ് കമ്പനി, അങ്ങനെ ABC. അപ്പോൾ മൂന്നാമതൊരുത്തിന് ഉറക്കം തൂങ്ങി എന്നോട് ചോദിച്ചു, എനിക്കൂടെ ഒരു ABC. അവനോട് ഞാൻ പറഞ്ഞു, ഓൾവേസ് ബി ചിയർഫുൾ. അപ്പോൾ ഏത് തരത്തിൽ നമുക്കതിനെ എടുക്കാം. അപ്പോൾ വാക്ക് ഉപയോഗിക്കുമ്പോൾ ബി കെയർഫുൾ. നാവ് 2 ഡ്യൂട്ടിയാണെന്ന് ഞാൻ പറഞ്ഞു. തന്നെയുമല്ല, എൻ്റെ മറ്റൊരു വിനീതമായ അഭിപ്രായം അനുസരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ എത്തി നിൽക്കുന്ന നമ്മൾ, മനുഷ്യ ശരീരത്തിൻ്റെ ഘടന, അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ സൃഷ്ടി എങ്ങനെയാണ് ഭഗവാൻ ചെയ്തിരിക്കുന്നത് എന്ന് ഒരു സെക്കൻഡിലൊരംശം ഒന്ന് ആഴത്തിലേക്ക് ചിന്തിച്ചാൽ ഭഗവാന്റെ മഹിമ ആ ശരീരത്തിലൂടെ തന്നെ നമുക്ക്, ശരീര നിർമ്മാണ വൈഭവത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതിന് ഉദാഹരണമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്, നാവിൻ്റെ കാര്യം. അവൻ നല്ലത് രുചിക്കണം, നല്ലത് പറയണം, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം. അങ്ങനെയല്ലേ പ്രയർ, പഴയ പ്രയർ, ഇപ്പോഴും അങ്ങനൊന്നുമില്ല, എന്തും പറയാവുന്ന. എന്തും പറയുവാൻ പൊന്തുന്ന നാവേ നീ ഇന്നൊന്നു പാടുമോ നാരായണ. സ്കൂള് വിട്ട് കുട്ടികൾ ഇറങ്ങുമ്പോൾ 5 സ്കൂളുകൾ വിട്ട് കുട്ടികൾ തങ്ങുന്ന ഒരു നാൽക്കവലയുടെ അവിടെയാണ് എൻ്റെ വക്കീൽ ആഫീസ്. അപ്പോൾ പിള്ളേർ കൂടുമ്പോൾ അവരുടെ വായിൽ നിന്ന് വീഴുന്ന എന്താണെന്ന് ഇപ്പോഴത്തെ കുട്ടികളാണ്, നമുക്ക് നല്ലവണ്ണം അറിയാം, വളരെ സൂക്ഷിച്ച്. അപ്പോൾ ഈ നാവിൽ നിന്ന് നമുക്ക് വേറെ എന്ത് പഠിക്കാം? 32 കിങ്കരന്മാരുടെ ഇടയ്ക്കാണ് ഒരു പരുക്കു ഏൽക്കാതെ അവൻ കഴിയുന്നത്. അതായത് പ്രതിസന്ധികളുടെ നടുവിലാണ് നാക്ക് കഴിയുന്നത്. മനുഷ്യ ജീവിതവും അതേപോലെ അല്ലേ? ചുറ്റും എങ്ങും പ്രതിസന്ധികൾ. എപ്രകാരമാണോ നാവ് അത് തരണം ചെയ്ത് മുന്നോട്ട് പോയി നിനക്കൊരു പാഠം തരുന്നത്, അതുപോലെ ഹേ മനുഷ്യ, നീയും നാവിനെ കണ്ടു പഠിക്കുക. അഡ്വേഴ്സിറ്റീസ്, പ്രതിസന്ധികളാണ് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കുന്നത്. അങ്ങനൊരു പ്രതിസന്ധി പരീക്ഷിത്ത് മഹാരാജാവിന് അവിവേകത്താൽ ഉണ്ടായി. പക്ഷേ ആ പ്രതിസന്ധി പരീക്ഷിത്ത് മഹാരാജാവിനെ അനശ്വരനാക്കി
മാറ്റി. 14 വർഷം വനവാസം ചെയ്യണം എന്ന് പിതാവ് ആവശ്യപ്പെട്ടപ്പോൾ ഇത് നേരത്തെ അങ്ങ് പറഞ്ഞുകൂടായിരുന്നു. ഇറ്റ് ഈസ് ക്വൈറ്റ് സില്ലി. എനിക്ക് വളരെ എനിക്കതാ ഇഷ്ടം. കണ്ടോ, വന്ന നെഗറ്റീവിനെ ശ്രീരാമൻ എന്ത് ചെയ്തു? പോസിറ്റീവാക്കി. നമുക്ക് ജീവിതത്തിൽ അടിക്കടി വരുന്ന ദുഃഖങ്ങളെ പോസിറ്റീവാക്കാൻ വേണ്ടിയാണ് ഭാഗവതം ഈ പ്രായോപവേശവും ശുകാഗമനവും കൊണ്ട്. വിവേകമില്ലാത്ത ആളിൻ്റെ ഇടയ്ക്ക് പരമജ്ഞാനിയാണ് വരുന്നത്. എന്തിനാ? അജ്ഞാനം മാറ്റി ആ ആളിനെ ജ്ഞാനിയാക്കാൻ ഒരു രാജാവ്. ചൈനീസ് പഴമൊഴിയുണ്ട്, ഒരാപ്പിൾ തോട്ടത്തിൽ രാജാവ് കയറി ഒരാപ്പിൾ പറിച്ചാൽ പ്രജകൾ മൊത്തം കൊണ്ടുപോകും. അതുകൊണ്ട് രാജാവ് കെയർഫുള്ളായിരിക്കണം. ആ രാജാവിനെ നേർവഴിക്ക് നയിക്കേണ്ടത് ഭാരതത്തിലെ ഋഷിമാരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, അവരുടെ ആവശ്യമാണ്. ഭാരതത്തിൻ്റെ ഋഷിപ്രോക്തമായ സംസ്കാരം അനുസരിച്ച് പണ്ട് ഏതൊരു ഭരണകർത്താവും അധികാരത്തിലേൽക്കുന്നതിന് മുമ്പ് കൃശഗാത്രനായ കൗപീനധാരിയായ പരമജ്ഞാനിയായ ജടാവൽക്കലധാരിയായ ഋഷീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചിട്ടാണ് അധികാരമേൽക്കുന്നത്. അധികാരത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് അയാൾ ഒന്ന് ഭൗതിക, മറ്റേന്ന് ആത്മീയം. അതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. അതെല്ലാം ഋഷിപ്രോക്തമാണ്, വൈദിക സംസ്കാരമാണ്. അപ്പം ഞാൻ സൂചിപ്പിച്ചത് വാക്ക് വജ്രം പോലെയാണ്, മുന ഭയങ്കരമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. അങ്ങനെയാണ് ഇങ്ങനൊരു ശൃംഗി ശപിച്ചത്. അപ്പോൾ അത് ശാപം അക്ഷരാർത്ഥത്തിൽ തന്നെ സംഭവിക്കും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കിയേ പറ്റൂ. അങ്ങനെയാണ് പ്രായോപവേശ വ്രതം അനുഷ്ഠിക്കാൻ പരീക്ഷിത് മഹാരാജാവ് ചെന്നതും. കർമ്മം, ഭക്തി, ജ്ഞാനം ഈ മൂന്നും കൂടി സമന്വയിക്കുന്ന വേദാന്ത സാരസംഗ്രഹം എന്ന് വിശേഷിപ്പിക്കുന്ന, മഹാമൃത്യുഞ്ജയ ഔഷധം എന്ന് വിശേഷിപ്പിക്കുന്ന ഭാഗവത ശ്രവണം കൊണ്ട് അങ്ങ് ഭയക്കുന്ന മരണത്തെ അതിജീവിക്കാൻ പറ്റും. മൃത്യോർ മാ അമൃതം ഗമയ എന്ന അവസ്ഥയിലേക്ക് ഉയരാനും പറ്റും എന്ന് പറഞ്ഞ് ശുകബ്രഹ്മർഷി പറഞ്ഞത്, ബോധിപ്പിച്ചത്. അതിൽ ഈ കർമ്മം, ഭക്തി, ജ്ഞാനം എന്ന 3 വാക്കുകൾ, ആ 3 മണ്ഡലങ്ങൾ നമുക്ക് എവിടെ നിന്ന് ലഭിച്ചു? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നിയമനിർമ്മാണം നടത്തുമ്പോൾ ഭരണഘടന അടിസ്ഥാനമാക്കി ചെയ്യുന്നത് പോലെ ഏത് പുസ്തകം വേദാന്ത പുസ്തകം രചിച്ചാലും വേദത്തെ അടിസ്ഥാനപ്പെടുത്തി ചെയ്യും. അപ്പോൾ വേദങ്ങൾക്ക് 3 കാണ്ഡങ്ങളുണ്ട്: കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം. അതുകൊണ്ട് അതിനെ 3 എന്ന് വിശേഷിപ്പിക്കുന്നു. അങ്ങനെയുള്ള അത് അതേപോലെ അഡോപ്റ്റ് ചെയ്തതാണ് ഭാഗവതം. ഭാഗവതത്തിലും കർമ്മം, ഭക്തി, ജ്ഞാനം ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ്, ഒന്ന് ദേഹബോധത്തിലിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവ്, മറ്റേത് ആത്മബോധത്തിലിരിക്കുന്ന ശമീക മഹർഷി. നമ്മളൊക്കെ പരീക്ഷിത് മഹാരാജാവിൻ്റെ സ്ഥാനത്ത് ഇരിക്കുന്നവരാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് അബദ്ധവും എഴുന്നള്ളിക്കാം. കാരണം ദേഹബോധത്തിൽ എപ്പോഴും ശരീരം. ഇപ്പോൾ സപ്താഹ യജ്ഞം, യജ്ഞം എന്ന വാക്കിൻ്റെ അർത്ഥം യജിക്കുക, ത്യജിക്കുക, ഉപേക്ഷിക്കുക. നേരത്തെ നമ്മുടെ ആചാര്യൻ ഇവിടെ സൂചിപ്പിച്ചു, സന്യാസം കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദു. അപ്പോൾ സമ്യക്കായ ന്യാസമാണ്. നമുക്കിവിടെ എന്താണ് ന്യസിക്കേണ്ടത്, ഉപേക്ഷിക്കേണ്ടത്? സപ്താഹജ്ഞാനി യജ്ഞത്തിൻ്റെ അല്ലെങ്കിൽ സത്രത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന 2 കാര്യങ്ങളാണ്. അത് ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് ഞാനെന്നും എൻ്റേതെന്നും. ഇത് രണ്ടുമാണ് നമുക്ക് ത്യജിക്കേണ്ടത്. കലികാലത്താവുമ്പോൾ എങ്ങനെ എളുപ്പമായുള്ള വഴിയെ ചിന്തിച്ചാൽ എന്താ നമുക്കുള്ളത്? ഹരേർ നാമൈവ കേവലം കലൗ ഗതിരന്യഥ. കലികാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്നത് ഈശ്വര നാമ ജപമാണ്. എൻ്റേതെന്നും ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഈ 2 നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയണം. അങ്ങനെ ആ ലൗകിക തലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭയക്കുന്ന മരണത്തെ അതിജീവിക്കാൻ പ്രാപ്തനാക്കി പരീക്ഷിത് മഹാരാജാവിനെ ശുകബ്രഹ്മർഷി ഭാഗവത ആഖ്യാനത്തിലൂടെ എങ്കിൽ നമുക്കും അങ്ങനെ ഉയരാൻ കഴിയും. അതിന് ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകണം. ദുർലഭം ത്രയമേവേതത് ദൈവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ.
ഈ മൂന്ന് കാര്യത്തിന് മനുഷ്യത്വം, മുമുക്ഷുത്വം, ഗുരുക്കന്മാരോട് ആയിട്ടുള്ള കോണ്ടാക്റ്റ്, ഇതിനും എന്ത് വേണം? ദൈവാനുഗ്രഹം വേണം. ഞാനിവിടെ വന്ന് ഗുരുതുല്യനായ നാരായണസ്വാമി അവരുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് എത്തിച്ചേരണമെങ്കിൽ ഭഗവാൻ വിചാരിക്കണം. നിങ്ങളെന്നെ കേൾക്കണമെങ്കിൽ ഭഗവാൻ ചിന്തിക്കണം. യാദൃച്ഛികമായി ഈ പ്രപഞ്ചത്തിൽ ഒന്നും നടക്കുന്നില്ല. വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ എൻ്റെ ഇംഗ്ലീഷ് പതിപ്പിൽ അദ്ദേഹം പറഞ്ഞു, നോട്ട് ഈവൻ എ ബ്ലേഡ് ഓഫ് ഗ്രാസ് വിൽ മൂവ് വിത്തൗട്ട് ദി ഡിവൈൻ വിൽ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ പ്രഭാഷണം ഉപസംഹരിക്കുന്നു. ഇവിടെ ഗുരുതുല്യനായ നാരായണസ്വാമി അവർ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഈ സത്രത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വന്നത്. തെറ്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട് പറഞ്ഞതിൽ എന്നെനിക്കറിയാം. അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക്. എന്തെങ്കിലും നന്മ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ക്രെഡിറ്റ് എൻ്റെ ഗുരുനാഥന്മാർക്കും ഞാൻ ഈശ്വരതുല്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലേവേനയ്ക്കുള്ളിൽ അന്തർധാനം ചെയ്ത എൻ്റെ മാതാപിതാക്കൾക്കും ഉള്ള ക്രെഡിറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും ഈ മഹത്തായ ഒരു സത്രത്തിൻ്റെ ഭാഗമാക്കാൻ ഈ എളിയവനെ കൂടി കണ്ടതിൽ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വാക്കുകൾ ഒതുങ്ങുന്നതല്ല എങ്കിൽ കൂടിയും ശ്രീ നാരായണസ്വാമി അവർക്ക് സത്രാചാര്യൻ, സത്ര സംയോജകൻ ശ്രീ നാരായണസ്വാമി അവർക്ക് വാക്കുകൾക്കൊക്കെ അതീതമായ ഹൃദയത്തിൽ നിന്ന് വരുന്ന നന്ദി പ്രകാശിപ്പിക്കട്ടെ. എൻ്റെ ഗുരുതുല്യരായ എല്ലാ ബഹുമാന്യരായ സജ്ജനങ്ങൾക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതുവരെ പരീക്ഷത്തിൻ്റെ പ്രായോപവേശം ശ്രീശുഖ ആഗമനം എന്ന വിഷയത്തെ അധികരിച്ച് നമ്മളോട് സംസാരിച്ച ആദരനായ ആചാര്യൻ അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ കൊട്ടാരക്കര അവർക്ക് സത്ര സമിതിയുടെയും ഭക്തജനങ്ങളുടെയും നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഇനിയും നാരായണീയ പാരായണമാണ് 1 മണി മുതൽ 2 മണി വരെ. ഭക്തജനങ്ങൾ കൂപ്പൺ കൊടുത്തിട്ടുള്ള ഭക്തജനങ്ങൾ ആദ്യമേ ഭക്ഷണശാലയിലേക്ക് ചെല്ലേണ്ടതാണ്. മറ്റുള്ളവർക്കും എല്ലാവർക്കും ഭക്ഷണമുണ്ട്, എല്ലാവർക്കും ഭക്ഷണം ഇവിടെ കരുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് സഹകരിച്ച് ഭക്ഷണശാലയിലേക്ക് ചെല്ലണമെന്ന് അപേക്ഷിക്കുന്നു. ഈ സത്രവേദിയിലെ നാരായണീയ പാരായണം തുടങ്ങുന്ന രാധിക നാരായണീയ സമിതി ഗുരുവായൂരാണ്. അതിനുശേഷം പൈതൃക നാരായണീയ സമിതി ഗുരുവായൂർ. ദശകം 21 മുതൽ 30 വരെ രാധിക നാരായണീയ സമിതി അവർ സ്റ്റേജിലേക്ക് കയറേണ്ടതാണ്. സത്രവേദിയിൽ നിറപറ നിറയ്ക്കുവാനുള്ള സൗകര്യമുണ്ട്. അതേപോലെ ഈ സത്ര സംഭാവനകൾ ഈ വേദിക്ക് മുൻപിലുള്ള കൗണ്ടറിൽ സംഭാവനകൾ നൽകി ഈ സത്രത്തിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. നാരായണീയ പാരായണം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. സ്റ്റേജിലോട്ട് കയറിയിരുന്നിട്ടുണ്ട്. സമയം